കലാഭവൻ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ആ ജെമിനിയിലെ പാട്ടുകൾ അന്ന് ഓൾറെഡി ആ ഒരു മാർച്ച് മാസം ആ ഓ പോഡ് എന്ന് പറഞ്ഞൊരു പാട്ട് അന്ന് SS മ്യൂസിക് ഉണ്ടെന്ന് SS മ്യൂസിക്കിൽ റെഗുലർലി ഈ പാട്ടൊന്ന് കാണിച്ചിരുന്നു. അപ്പൊ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിട്ട് ഈ ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് വിക്രമിനോട് ഒരു ഇഷ്ടമുണ്ട്. വിക്രമൻ നമ്മൾ ധ്രുവത്തിലും സൈന്യത്തിലും രജപുത്രയിലും ഒക്കെ കണ്ട് ഒരു ഇഷ്ടം വിക്രമിനോടുണ്ട്. എന്തായാലും അതിൽ കലാഭവൻ മണിക്കും ഭയങ്കര ബ്രേക്കായി. അതിനു മുമ്പ് കലാഭവൻ മണി ഒന്ന് രണ്ട് തമിഴ് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ജെമിനിയാണ് മണിയുടെ ജീവിതം മാറ്റി മറിച്ചത്. ശരിക്ക് ജെമിനിക്ക് വേണ്ടി കലാഭവൻ മണി ഒന്ന് വിനയന്റെ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ വിട്ടിട്ടുണ്ട്. അതിൽ ഒരു വേഷത്തിലോട്ട് വിളിച്ചപ്പോൾ ആ സമയത്ത് തന്നെ കുബേരനും ചെയ്യുന്നുണ്ട്. അപ്പൊ മണിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മണി ജെമിനി ചെയ്തു. അന്ന് ദിലീപാണ് മണീനെ ഒന്ന് പുഷ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്, ജെമിനി ചെയ്യണം, മിസ് ചെയ്യരുതെന്നുണ്ട്. പിന്നെ മുരളിയും അതിൽ ഗംഭീരമായിട്ടുള്ള റോള് ചെയ്തു. വിക്രമിന്റെ കരിയറിലെ അത് വരല, അതായത് ദില്ലിന്റെ മുകളിൽ പോയ ഒരു ഹിറ്റ് തന്നെയായിരുന്നു ജെമിനി എന്ന് പറഞ്ഞാൽ. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ സിനിമ, ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ എന്ന് പറഞ്ഞ തമിഴിലെ ബാബയാണ് രജനീകാന്തിന്റെ. പക്ഷെ ബാബ ഭയങ്കര ബഡ്ജറ്റ് ആയിരുന്നു. ബാബ എന്ന് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നഷ്ടമായിരുന്നു. രജനി എന്ന് കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പൈസ തിരിച്ച് കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നൊക്കെ അന്ന് കുറെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാബയാണ് കളക്ട് ചെയ്തത്. പക്ഷെ ലാഭം ജെമിനിയാണ്. സമയത്ത് വിജയുടെയും പ്രശാന്തിന്റെ ഒക്കെ സിനിമ ആ ഏപ്രിൽ മാസം ഉണ്ടെങ്കിൽ കൂടി ജെമിനി തന്നെയാണ് അന്ന് കളക്ട് ചെയ്തത്. 4 കോടി രൂപയ്ക്ക് ബഡ്ജറ്റിൽ 20 കോടി രൂപയുടെ മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. അതിലെ സോങ്സും ഭയങ്കര ഹിറ്റായിരുന്നു. ജെമിനി പിന്നീട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് തെലുങ്കിൽ വെങ്കടേഷാണ് ആ റോള് ചെയ്തത്. അപ്പൊ കിരൺ എന്ന നായികയും ശ്രദ്ധിക്കപ്പെടുന്നത് ജെമിനിയിലൂടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് കിരൺ പിന്നീട് താണ്ഡവത്തിലൊക്കെ അഭിനയിക്കുന്നത്. ജെമിനി കഴിഞ്ഞിട്ടാണ് കിരണ് താണ്ഡവത്തിലോട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. തെലുങ്കിൽ പോയപ്പോ നമിതയാണ് അതിലെ നായിക വേഷം ചെയ്തത്. പക്ഷെ കലാഭവൻ മണിയുടെയും മുരളിയുടെയും വേഷം അവര് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.